ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ ഇപ്പോൾ. തികഞ്ഞ മനസാന്നിധ്യം കൈവിടാതെ ഇന്നലെ ഉച്ച മുതൽ നിൽക്കുകയായിരുന്ന അദ്ദേഹം അമ്മയുടെ അവസാന ചടങ്ങിലും ഉള്ളിലെ വിങ്ങലടക്കിപ്പിടിച്ചാണ് നിന്നത്. അതേസമയം പലപ്പോഴും കൈവിട്ടു പോയത് ഭാര്യ സുചിത്രയും മകൻ പ്രണവും മകൾ വിസ്മയയും ഒക്കെയായിരുന്നു. മുടവൻ മുകളിലെ വീടിൻ്റെ പിൻഭാഗത്തെ വിശാലമായ സ്ഥലത്താണ് അച്ഛൻ വിശ്വനാഥൻ നായരെയും ചേട്ടൻ പ്യാരിലാലിനെയും വർഷങ്ങൾക്ക് മുന്നേ സംസ്കരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും നടുവിലായാണ് അമ്മയ്ക്കായുള്ള ചിതയും മോഹൻലാൽ ഒരുക്കിയത്. കുളിച്ച ഈറനോടെ അമ്മയെ തോളിലേറ്റി മോഹൻലാൽ തന്നെയാണ് ചടങ്ങുകളെല്ലാം നിർവഹിച്ചത്. അച്ഛനൊപ്പം തോളോട് തോൾ ചേർന്ന് മകൻ പ്രണവും, പ്രണവിന് പിന്നിൽ ആന്റണി പെരുമ്പാവൂരും അമ്മയുടെ മൃതദേഹം തോളിലേറ്റാൻ നിന്നിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടിലേക്ക് ഇന്ന് പുലർച്ചെ 5:30-യോടെയാണ് അമ്മയുടെ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പൊതുദർശനത്തിനൊടുവിൽ വൈകിട്ടോടെയായിരുന്നു സംസ്കാരം. ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രമുഖരുമടക്കം 100 കണക്കിന് പേരാണ് ഇക്കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കിടെ ആ വീട്ടിലേക്ക് എത്തിയത്. രാവിലെ മുതൽ അമ്മയ്ക്കരികെ തന്നെ മോഹൻലാലും ഉണ്ടായിരുന്നു. ഉച്ചയോടെയാണ് വിദേശത്തായിരുന്ന മകൻ പ്രണവ് എത്തിയത്. കണ്ണീരോടെയാണ് പ്രണവ് അച്ചമ്മയെ അവസാന നോക്കു കാണുവാൻ എത്തിയതും. ഇന്ന് പുലർച്ചെ 5:30-യോടെയാണ് അമ്മയുടെ മൃതദേഹവുമായി മോഹൻലാൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തുടർന്ന് അപ്പോൾ മുതൽക്ക് തന്നെ പൊതുദർശനവും ആരംഭിച്ചിരുന്നു. പതിവ് പോലെ തന്നെ അമ്മയെ സുന്ദരിയാക്കിയാണ് മോഹൻലാൽ അവസാന യാത്രയയപ്പിന് ഒരുങ്ങുമ്പോഴും കിടത്തിയത്. എത്ര വയ്യായികയിലും അമ്മയെ കണ്ടവർക്കറിയാം, നെറ്റിയിൽ ഒരു വലിയ ചുവന്ന പൊട്ടും മുഖത്ത് കണ്ണാടിയും ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല, അലക്കിത്തച്ച കോട്ടൺ മുണ്ടും വേഷ്ടിയുമാണ് അമ്മയുടെ ഇഷ്ടവേഷവും. എവിടെ ചടങ്ങുകൾക്ക് പോയാലും അമ്മ അതായിരുന്നു ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ആ പതിവുകളൊന്നും മുടക്കാതെയാണ് അമ്മയുടെ മൃതദേഹം അവസാനമായി ലാലേട്ടൻ ഒരു നോക്ക് കാണാൻ എത്തുന്നവർക്ക് മുന്നിലും എത്തിച്ചത്. നെറ്റിയിൽ ചുവന്ന പൊട്ടും അതിനു മുകളിൽ ചുവന്ന കുറിയും തൊട്ടിരുന്നു. മുഖത്തെ കണ്ണടയും മാറ്റിയിരുന്നില്ല. അമ്മ കിടപ്പിലായപ്പോൾ മുതൽ മുടി പറ്റെ വെട്ടി നിർത്തുകയായിരുന്നു പതിവ്. ദിവസങ്ങൾക്ക് മുന്നെയായിരുന്നു അമ്മയുടെ മുടി മുറിച്ചതും. പതിവ് പോലെ തന്നെ കോട്ടൺ മുണ്ടും വേഷ്ടിയുമാണ് അമ്മയെ ഉടുപ്പിച്ചത്. രാവിലെ പൊതുദർശനം തുടങ്ങിയ നേരം മുതൽ അമ്മയുടെ തലയ്ക്കൽ ഒരേ നിൽപ്പ് തുടരുകയായിരുന്നു മോഹൻലാൽ. ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ ശാന്തമായ മനസ്സുമായാണ് അദ്ദേഹം അമ്മയെ യാത്രയാക്കിയതും. ചടങ്ങുകൾക്കെല്ലാം ഒടുവിൽ അമ്മയെ ചുവന്ന പട്ടു പുതപ്പിച്ചത് മോഹൻലാലും മകൻ പ്രണവും ആന്റണി പെരുമ്പാവൂരുമെല്ലാം ചേർന്നായിരുന്നു. മോഹൻലാലിന്റെ അടുത്ത കൂട്ടുകാരായ സുരേഷ് കുമാറും ബി ഉണ്ണികൃഷ്ണനുമെല്ലാം അമ്മയുടെ സ്ഥാനം തന്നെയാണ് ശാന്തകുമാരി അമ്മയ്ക്കും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളുടെ സ്ഥാനത്ത് നിരവധി പേരാണ് ശാന്തകുമാരി അമ്മയ്ക്ക് അവസാന ചടങ്ങുകൾ ചെയ്യാനായി ഉണ്ടായിരുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.